എഴുത്തുകാരുടെ രാഷ്ട്രീയ ജീവിതം എന്നതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. 2024 വയലാർ അവാർഡ് ലഭിച്ച അശോകൻ ചെരുവിലിൻ്റെ കൃതിയായ കാട്ടൂർ കടവ് മുൻനിർത്തിയാണ് ഈ സംഭാഷണം എന്നറിയിക്കട്ടെ. കാട്ടൂർ കടവ് മലയാളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നോവലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ രചയിതാവ് എന്ന നിലയിൽ മാത്രമല്ല അശോകൻ ചെരുവിൽ നമ്മുടെ കൂടെയുള്ളത്. കാലങ്ങളായി രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതും രാഷ്ട്രീയ അർത്ഥങ്ങളുള്ളതുമായ കഥകളുടെ കൂടി രചയിതാവാണ് അദ്ദേഹം. എഴുത്ത്, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുള്ള ഒരു കാര്യം, എഴുതുന്നയാളെ നഗ്നനാക്കുന്ന ഒരു പണിയാണ് എന്നാണ്. അയാളുടെ എല്ലാ മേലങ്കികളും അഴിച്ചു കളയുക, അയാളെ ആവുന്നത്ര എല്ലാ പുറമേയുള്ള എല്ലാ പുതപ്പുകളിൽ നിന്നും മുക്തനാക്കുക, അയാളുടെ സ്വയം ശരീരത്തിലേക്ക് അയാൾ മാറുക, ആ ശരീരത്തിൽ മറ്റൊന്നുമില്ലാതിരിക്കുക, പറ്റുമെങ്കിൽ സ്വയം തൊലിയുരിയുക എന്ന നിലയിലേക്കുള്ള ഒരു പോക്കാണ് ഏതൊരാൾക്കും എഴുത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സ്വയം നഗ്നനാകുന്ന ഒരു പ്രക്രിയ രാഷ്ട്രീയ ചിന്താപരമായി കൂടി സംഭവിക്കുന്നതാണ് ചില എഴുത്തുകൾ, ചില ആളുകളുടെയെങ്കിലും എഴുത്തുകൾ എന്ന് കാണേണ്ടി വരും. അതിനെ ഒരു രാഷ്ട്രീയ നഗ്നത എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊളിറ്റിക്കൽ ന്യൂഡിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്വയം എല്ലാം ഊരിക്കളയുകയാണ്. കാരണം ഒരു ചരിത്രകാരനോ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും രാഷ്ട്രീയം എഴുതുമ്പോൾ ഉള്ള നിലയല്ല ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയുടെ ഭാഗത്ത് നിന്ന് ആ രചന നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന പ്രക്രിയ. സ്വയം വിമർശിച്ചുകൊണ്ടല്ലാതെ, സ്വയം അപഹസിച്ചുകൊണ്ടല്ലാതെ നമുക്ക് അത് നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവനവനെ തന്നെ വിമർശിക്കുന്നതാണ് ആ ഘട്ടത്തിൽ എഴുത്ത് എന്ന് പറയേണ്ടി വരും. ശ്രീ അശോകൻ ചെരുവിൽ തന്നെ വയലാർ സാഹിത്യ പുരസ്കാരം വാങ്ങിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അത് പറയുകയുണ്ടായി. ആത്മവിമർശനമില്ലാത്ത എഴുത്തിപ്പോൾ സാധ്യമല്ല. എല്ലാം എല്ലാ കാലത്തേക്കുമായി ശരിയാക്കുക എന്നതല്ല നമ്മുടെ ജോലി. അപ്പോൾ നിലനിൽക്കുന്ന എല്ലാറ്റിനെയും വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വഴിയെന്ന് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവിക്കേണ്ടത് കൂടി എന്ന് ചിന്തിക്കുമ്പോൾ കാട്ടൂർ കടവ് എന്ന നോവലിലൂടെ അശോകൻ ചെരുവിൽ സ്വയം എത്ര വിമർശിച്ചു എന്നതാണ് ഞാൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം. ശ്രീ അശോകൻ ചെരുവിൽ. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് പ്രമോദ് ഉന്നയിച്ചിരിക്കുന്നത്. കാട്ടൂർ കടവ് എന്നുള്ള നോവൽ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സാഹിത്യത്തിൻ്റെ സമീപനം പൊതുവെ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നോവൽ എന്ന ഒരു ശീർഷകം പറയുമ്പോൾ രാഷ്ട്രീയമല്ലാത്ത നോവലേത്, രാഷ്ട്രീയമല്ലാത്ത സാഹിത്യമേത് എന്നുള്ളൊരു ചർച്ചയ്ക്കും കൂടി കാരണമാവുന്നുണ്ട്. എല്ലാം ഒരർത്ഥത്തിൽ സമൂഹത്തെക്കുറിച്ച് ഉള്ള അപഗ്രഥനമാണ്. ഇപ്പോൾ വ്യക്തിയെയാണ് നമ്മൾ ഊന്നുന്നതെങ്കിൽ പോലും, ഇപ്പോൾ കഥാപാത്രം എന്നുള്ള നിലയിലൊക്കെ തന്നെ വ്യക്തിയാണ് ഒന്നെങ്കിലും നമ്മളൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്, ഒരു കഥാപാത്രമായിട്ട് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൽ സമൂഹം ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് മറ്റുള്ള വ്യക്തികളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഒരു വ്യക്തിക്കുള്ളൊരു സാധ്യത. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തെ ഉത്ബുദ്ധരാക്കാനും പുരോഗതിയിലേക്ക് നയിക്കാനും അവർക്ക് അറിവ് നൽകാനും അവരെ അന്ധവിശ്വാസങ്ങളിൽ മോചിപ്പിക്കാനും ഒക്കെ തന്നെ സാഹിത്യം പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴതൊക്കെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായി വേണ്ടത് ആത്മവിമർശനമാണ്. ഇവിടെ ആത്മവിമർശനം എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടായിട്ടുള്ള മറ്റ് സംഗതികളെക്കുറിച്ചുള്ള വിമർശനത്തോടൊപ്പം അവിടെ ആത്മ എന്നുള്ള അർത്ഥത്തിൻ്റെ അർത്ഥം വരുന്നത് അവിടുത്തെ എഴുത്തുകാരൻ തന്നെയാണ്. പക്ഷേ എഴുത്തുകാരൻ അവിടെ വ്യക്തിയല്ല. എഴുത്തുകാരൻ അവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തെ വിമർശിക്കുകയല്ല, മറിച്ച് അയാൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ്. പ്രത്യേകിച്ചും സാംസ്കാരിക അധിനിവേശങ്ങളുടെയൊക്കെ തന്നെ ഒരു ഇരയാണ് അയാൾ. അപ്പോൾ അതുകൊണ്ടാണ് അയാളെ ഒരു വിമർശനത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്നത്. കാട്ടൂർ കടവ് നോവലിൽ അങ്ങനെ ഒരു രൂപം ഞാൻ ചെയ്തിട്ടുണ്ട്.
അത് കെ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, വായിച്ച ആളുകൾക്കറിയാം. ഈ കെ എന്ന കഥാപാത്രം അതിലെ തന്നെ നായക കഥാപാത്രമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടി പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ദിമിത്രി എന്ന് പറയുന്ന കഥാപാത്രത്താൽ നിരന്തരമായി വിമർശിക്കപ്പെടുന്നുണ്ട്. ആ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വിമർശനങ്ങളൊക്കെ മറ്റു പല വിമർശനങ്ങളെക്കാൾ ഇയാൾ വളരെ ആന്തരികമായി ക്ഷോഭിക്കുകയും അല്ലെങ്കിൽ വളരെയേറെ വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം അപ്പുറത്തുനിന്നുള്ള വിമർശനത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് കെ എന്ന് പറയുന്ന എഴുത്തുകാരൻ വരുന്നു. ഈ കെ എന്ന എഴുത്തുകാരൻ നോവലിസ്റ്റ് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോവലിസ്റ്റിൻ്റെ അംശങ്ങളില്ലാത്ത ഒരു കൃതിയും ഉണ്ടാവുന്നില്ല. അതിപ്പോൾ ഡി എന്ന് പറയുന്ന അപ്പുറത്തുള്ള ക്യാരക്ടറിലും അതുപോലെ തന്നെ കാട്ടൂർക്കടവിൽ ഒട്ടുമിക്കവാറും കഥാപാത്രങ്ങളിലൊക്കെ തന്നെ എഴുത്തുകാരൻ്റെ അംശം ഉണ്ടാവാം. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇതിലെ കെ എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലുണ്ടാവാം. പക്ഷേ അത് ഒരാളല്ല, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഒരു പ്രതീതിയാണ്. ആ സമൂഹത്തിൻ്റെ പ്രതീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക വ്യവസ്ഥയുടെ, അതിൻ്റെ ഭാഗമായി സാമൂഹ്യ വ്യവസ്ഥയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ പരിവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഒരു മട്ടിലുള്ള സദ്ഫലങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതീതി കൂടിയാണ് അയാൾ. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം, പല അന്വേഷണങ്ങളും ഈ നോവലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടെന്നുണ്ടാവാം. കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിൽ അതിൻ്റെ ഭാഗമായി ഉണ്ടായ പുതിയ തലമുറയിൽ അതിൻ്റെ നേട്ടങ്ങളൊക്കെ അനുഭവിച്ചു വന്നിട്ടുള്ള തലമുറയെ മനുഷ്യരെ ഒന്ന് വിശകലനം ചെയ്യാനാണ്. നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ആശയപരമായ സ്വാധീനം അവർക്കുണ്ടോ, അല്ലെങ്കിൽ വെറും ഭൗതികമായിട്ടുള്ള നേട്ടം മാത്രമാണോ അവർ കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളൊരു അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ നവോത്ഥാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യവൽക്കരണമൊക്കെ നടന്നെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയപരമായ ജനാധിപത്യ പ്രക്രിയയുടെ സാംസ്കാരികമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഫലനം കേരളീയ സമൂഹത്തിൽ കാണാനില്ല എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ വിമർശനം ഇപ്പോൾ താങ്കൾ ഞാൻ ഈ വയലാർ അവാർഡ് അത് ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ആ പ്രസംഗത്തിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ധരിക്കുകയാണ്. സാഹിത്യത്തിൻ്റെ വ്യാജമുഖവുമായി നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലേ താങ്കൾ എന്ന ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. കാട്ടൂർ കടവ് നോവലിൽ ഈ ആത്മസംഘർഷം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ ചോദ്യത്തിന് താങ്കൾ സ്വയം കണ്ടെത്തിയ മറുപടി? സാഹിത്യത്തിൻ്റെ വ്യാജ മുഖവുമായി നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണോ താങ്കൾ, അതോ അല്ലയോ? ആ ചോദ്യം അതിലെ നായകനായിട്ടുള്ള അല്ലെങ്കിൽ അതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ദിമിത്രി എഴുത്തുകാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ദിമിത്രിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ദിമിത്രി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങേയറ്റം പ്രതിസന്ധിയിലുള്ള, അല്ലെങ്കിൽ അയാളും കേരളത്തിൽ നടന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെയും നേട്ടങ്ങളുടെയും നിയമനിർമ്മാണങ്ങളുടെയും ഒക്കെ തന്നെ ഒരു ഗുണഭോക്താവാണ് ഒരു നിലയ്ക്ക്. അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ അടുത്തോടു കൂടി വരില്ല. പക്ഷേ അയാൾ അങ്ങേയറ്റം അസംതൃപ്തനാണ്. കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ തള്ളി മാറ്റപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അവഗണിക്കപ്പെടുന്നവരും തള്ളി മാറ്റപ്പെടുന്നവരും ചെന്നുപെടുന്ന പലതരത്തിലുള്ള പതനങ്ങളിൽ അയാൾ സ്വാഭാവികമായിട്ട് വന്നുവിടുന്നു. അയാളുടെ പതനങ്ങൾക്കൊന്നും ഉത്തരവാദി അയാളല്ല, സമൂഹം തന്നെയാണ്, അല്ലെങ്കിൽ ചാലകശക്തികൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അയാൾ കുറേ ആളുകളെ പ്രതിസ്ഥാനത്ത് കാണുന്നുണ്ട്. നമ്മൾ പ്രതിസ്ഥാനത്ത് കാണുക എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ചില ആൾക്കാരെയാണ്. അകലെയുള്ള ആൾക്കാരെയൊന്നും നമുക്ക് പ്രതിസ്ഥാനത്ത് കാണാൻ പറ്റില്ല. കുറ്റക്കാരായി, കാരണക്കാരായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അയാൾക്ക് ഏറ്റവും അടുത്ത് കാണാവുന്ന ഒരു പ്രതി അയാളുടെ ദുര്യോഗങ്ങൾക്കും അയാളുടെ ദുഃഖങ്ങൾക്കും അയാൾക്ക് സമൂഹം നൽകിയ അവഗണനകൾക്കും ഒക്കെ തന്നെ കാരണക്കാരനായിട്ട് അയാൾ കാണുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കെ എന്ന് പറയുന്ന എഴുത്തുകാരനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കെ എന്ന എഴുത്തുകാരനിലേക്ക് ഞാൻ വരുന്നു, എന്നിലേക്ക് ആരോപിക്കപ്പെടുന്നു ഈ ഒരു ഈ കാലഘട്ടത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് അതിൻ്റെ കാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ കഥാപാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ ഒരു ആത്മസംഘർഷമാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷേ ശ്രീ അശോകൻ ചെരുവിലിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്തും സാഹിത്യവും രണ്ടും രണ്ടാണ് എന്ന് കരുതുന്ന ധാരാളം ആളുകളുണ്ട്. അത് താങ്കൾക്ക് തന്നെ അതിൻ്റെ ഒരുപാട് പ്രതികരണങ്ങൾ താങ്കൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, താങ്കൾ തന്നെ പറയുന്നുണ്ട്. അവിടെയാണ് ഈ ചോദ്യം, വ്യാജമുഖം എന്ന് പറയുന്നത്. ഒരുപക്ഷെ വ്യാജമായിരിക്കണമല്ല, എന്നെ സംബന്ധിച്ചാണെങ്കിൽ തിരിച്ചാണ് ഞാൻ യഥാർത്ഥത്തിൽ ചോദിക്കാൻ, ഒരു വ്യാജ രാഷ്ട്രീയ മുഖമണിഞ്ഞിരിക്കുന്ന സാഹിത്യകാരനല്ലേ താങ്കൾ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം താങ്കളുടെ സാഹിത്യം വായിക്കുന്തോറും മൗലികമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാഹിത്യത്തിൻ്റെ മൗലിക ധാര നല്ല തോതിൽ വഴങ്ങുന്ന ഒരാളാണ് താങ്കൾ. പക്ഷേ
രാഷ്ട്രീയം പറയാതിരുന്നാൽ താൻ അതിൽ നിന്ന് പുറന്തള്ളപ്പെടുമോ എന്നൊരു തോന്നലോടുകൂടി രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണോ അത്? അതിനു മുമ്പ് ഞാൻ എന്ത് രാഷ്ട്രീയമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തെ പലതരത്തിൽ വിവരിക്കാം. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ദൈനംദിന പൊളിറ്റിക്സുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ഇടപെടുക എന്നുള്ള സംഗതി ഞാൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതൊക്കെ ചില ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് വിമർശനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി അതിൻ്റെ പ്രൊപ്പഗൻഡിസ്റ്റായിട്ട് അതിന് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ കുറ്റമായിട്ട് കേരളീയ സമൂഹം കാണുന്നില്ല. അത്തരത്തിലുള്ളൊരു വിമർശനം അതിൻ്റെ പേരിലൊക്കെ വിമർശനം വരുന്നെങ്കിലും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പേരിലല്ല എനിക്ക് ഏൽക്കുന്ന വിമർശനം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാലം മുതലേ തന്നെ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. അത് ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇന്ത്യൻ സമൂഹത്തിലെ ജാതി, ലോകത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന നവഫാസിസം, അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നവബ്രാഹ്മണിസം, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും അത് പറയാൻ പറ്റാത്തതുകൊണ്ട് അടക്കി പിടിച്ചിട്ട് എൻ്റെ എന്നോട് പല്ലി ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ചിരിക്കുകയാണ് അവർ. അതുപോലെ തന്നെ അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് അത്തരം ഒരാശയം തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് കേരളത്തിൻ്റെ പൊതുബോധത്തെ ഹർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ നീക്കം കേരളത്തിൻ്റെ പൊതുബോധത്തെ ഹർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ പ്രത്യക്ഷമായ മുഖത്തിൻ്റെ അപ്പുറത്ത് ജീർണമായിട്ടൊരു സംഗതിയുണ്ട്. അത് തിരിച്ചുപോക്കിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പിന്തിരിപ്പിനായിട്ടുള്ള, അങ്ങേറ്റം യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു തരം ഒരവസ്ഥയാണത്. അത് ചിത്രീകരിക്കാൻ നമുക്കിവിടെ സമയം. നവോത്ഥാന മൂല്യങ്ങൾ ഇത്രയും ശക്തമായി ഉയർന്നു വന്ന അതാണ് ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തിലേക്ക് നയിച്ചതെന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ശ്രീ അശോകൻ ചെരുവിൽ പറയുന്നു. കേരളത്തെ ഏറ്റവും അധികം ജീർണമാക്കിക്കൊണ്ടിരിക്കുന്ന, പിന്നോട്ട് വലിക്കുന്ന ശക്തികൾ ഇപ്പോഴും വളരെ ശക്തമായി തന്നെ നിലകൊള്ളുന്നു എന്ന് പറയുന്നു. അത് ആരുടെ വീഴ്ചയാണത്? അത് കുറ്റം തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ വിധത്തിലുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് തീർച്ചയായിട്ടും. കാരണം അവർക്കാണ് പ്രധാനമായിട്ടും അവർ പിന്തിരിഞ്ഞു നോക്കേണ്ടതും ആത്മവിമർശനം നടത്തേണ്ടതുമാണ്. അതേസമയം തന്നെ സാംസ്കാരിക പ്രസ്ഥാനത്തിന് ഒരു കുറ്റമുണ്ട്. സാംസ്കാരിക പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സാംസ്കാരിക സംഘടനയുടെ കാര്യമല്ല അതേ പറഞ്ഞു. പൊതുവേ കേരളത്തിൻ്റെ സാഹിത്യം, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു വിമോചന സമരം നടന്നാൽ, ഒരു നവോത്ഥാനം നടന്നാൽ, അത് ഉണ്ടായതുകൊണ്ട് മാത്രം അതൊരു സാംസ്കാരിക ധാരയായിട്ട് വരാൻ പോകുന്ന തലമുറകളിലേക്ക് സന്നിവേശിക്കണമെന്നില്ല. മറിച്ച് അതിനൊരു സാംസ്കാരികമായി നമ്മൾ പരിവർത്തനം ചെയ്യണം. സാംസ്കാരികമായൊരു വിവർത്തനം ആവശ്യമുണ്ട്. സർഗാത്മകമായ ഒരു ഇടപെടൽ അവിടെ ആവശ്യമുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ കേരളീയ സമൂഹത്തിലുണ്ടായിരുന്ന അതിഭീകരമായ ജാതി മേധാവിത്വവും അതിനെതിരെ നടന്ന ഉജ്ജ്വലമായ സമരങ്ങളും, ഈ രണ്ട് സംഗതികളും കേരളത്തിലെ സാഹിത്യത്തിലും കലയിലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ ഉണ്ട്. കുമാരനാശാൻ്റെയൊക്കെ ചില കൃതികളിൽ കാണാൻ കഴിയും. പക്ഷേ കേരളത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഇപ്പോൾ കുമാരനാശാനൊക്കെ ചെയ്തിട്ടുള്ളത് കേരളീയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ല അത് ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഫിക്ഷനിലേക്കോ നമ്മുടെ കഥയിലേക്കോ നമ്മുടെ കവിതയിലേക്കോ എത്ര കണ്ടു വന്നിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് അതൊക്കെ വെറും ഒരു ജഡമായ ചരിത്ര വസ്തുതയാണ്. അവർ വായിക്കുന്ന നോവലിലില്ല, അവർ വായിക്കുന്ന സിനിമയിലില്ല, അവർ കാണുന്ന കവിതയിലില്ല, അവർ കാണുന്ന നാടകത്തിലൊന്നും അതില്ല. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർ വേറെ വഴിക്കാണ് പോയത്. അവരത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ശ്രീ അശോകൻ ചെരുവിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നവബ്രാഹ്മണിസമാണ് ഇന്ത്യയിലെമ്പാടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സംഘപരിവാറിനോടുള്ള ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ്. അത് ഒരുപാട് പേർ ഉന്നയിക്കുന്നുണ്ട്. ശ്രീ അശോകൻ ചെരുവിലിനോടുള്ള വിമർശനം സംഘപരിവാർ പക്ഷത്തു നിന്ന് മാത്രമാണോ വരുന്നത്? ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇത്രയധികം ജാതി വിമർശനം നടത്തുന്ന അശോകൻ ചെരുവിലിന് അംബേദ്കറൈറ്റ്സുകളുടെയെങ്കിലും പിന്തുണ ഉണ്ടാകേണ്ടതാണ്. ആ നിലയ്ക്ക് അത് ഉണ്ടാകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതായത് കേരളത്തിലെ നൈരന്തര്യമായിട്ടുള്ള ജനാധിപത്യ ശക്തികളുമായി കേരളത്തിലെ ജാതിവിരുദ്ധ സമരത്തെ സമന്വയിപ്പിക്കുക എന്നൊരു സംഗതിയുണ്ട്. അത് അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അല്ലാതെ ഒറ്റപ്പെട്ടതും ഏകപക്ഷീയമായതും വിഘടനപരമായതുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദളിത് അവർണ മുന്നേറ്റങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല, ഒരു കാര്യമില്ല. നമ്മുടെ ഒട്ടുമിക്കവാറും അംബേദ്കറിസ്റ്റുകളും അതുപോലെ തന്നെ ദളിത്വാദികളും ഒക്കെ തന്നെ വ്യക്തിവാദികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർഗാത്മകമായൊരു ആവിഷ്കാരത്തിനുള്ളൊരു സന്ദർഭം എന്നുള്ള നിലയിലല്ലാതെ പൊതുവായിട്ടുള്ളൊരു പുരോഗതി കഴിയാവുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും
പരമാവധി ആശയ സംവാദം നടത്തിക്കൊണ്ടും ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പൊളിറ്റിക്കൽ ചേഞ്ച് അല്ലേ വേണ്ടത്? ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മാർക്സിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഇവിടെ മറ്റൊരു രീതിയിൽ ഈ താങ്കൾ ആവശ്യപ്പെടുന്ന, താങ്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, അതോ സവർണ സംവരണം 10% സവർണ സംവരണത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഈ ഇടതുപക്ഷ സർക്കാർ എന്ന്? ഞാൻ ആ നിലയിലേക്ക് വരെ പോകുന്നതിന് അശോകനോട് ക്ഷമിക്കണം, ഈ വാദം ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പക്ഷത്തെ ഇടതുപക്ഷ ആ നിലയിൽ നിൽക്കുന്ന സമയത്ത് താങ്കളുടെ വിമർശനത്തിൻ്റെ കുന്തമുന തിരിയേണ്ടത് അതിന് നേർക്കല്ലേ? അതിന് നേർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രത്യേകത വർഗ്ഗബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ മനസ്സിലാക്കുകയും അതിലിടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്ര കണ്ട് ഇന്ത്യയിലെ ഏറ്റവും സജീവമായിട്ടുള്ള ജാതി പ്രശ്നത്തെ അത് അഡ്രസ്സ് ചെയ്തു എന്ന് പണ്ട് കാലം മുതലേ തന്നെ PC ജോഷിയുടെ കാലം മുതലേ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടി വസ്തുതാപരമായിട്ടുള്ള ഒരു സമീപനം, പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരിയുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി ഡോക്യുമെൻറ്റുകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും അവിടെ ഒരു ആശയ സമരം നടക്കുന്നുണ്ട്. പക്ഷേ അത് സൈദ്ധാന്തികമാണ്. ഈ പറഞ്ഞ ആശയ തലത്തിലുള്ള സമരമാണ്. പ്രായോഗികമായി 10% സംവരണം നൽകിയ ഒരു LDF സർക്കാർ ഉള്ള ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ചർച്ച കൊണ്ടുവരണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഇടപെട്ടിട്ടുമുണ്ട്. ആ സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും ഒരു വശത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്തം ശ്രീ അശോകൻ ചരുവിൽ ഏറ്റെടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. അതിലും ഉപരിയായി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെപ്പോലും ഒരിക്കലും വകവയ്ക്കാതെ പൂർണ്ണമായും ഈ സർക്കാരിനെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് പോകാൻ ഒരു പാർട്ടി അനുഭാവി എന്ന നിലയിൽ മാത്രം ഒരു എഴുത്തുകാരന് സാധിക്കുമോ? അല്ല, അതൊരു സർക്കാർ വിഷയമല്ല. അതും പ്രമോദ്, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ സർക്കാർ ഏർപ്പെടുത്തിയതല്ല, ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയതാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം ആണ് വിഷയം. ആ സമീപനം ഉരുത്തിരിഞ്ഞു വരുന്ന കാലത്തിൽ ആ ഡയലോഗിൽ പരസ്യമായും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പോലും അതുണ്ട്. തീർച്ചയായും. ഞാനിപ്പോൾ നോവലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതേ കാര്യം ഒരുപക്ഷെ ഈ നോവലിൻ്റെ പുരോഗതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപക്ഷെ ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് വരികയും പക്ഷേ ഒരു നവ മുതലാളിയായി മാറുകയും കൊളംബോ ബംഗ്ലാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയ ബംഗ്ലാവിലിരുന്ന് എല്ലാ തരത്തിലുള്ള അധികാര പ്രമത്തതയും കാണിച്ച ഒരാളാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഒരു സമൂഹമെന്ന് നോവൽ കൃത്യമായി തന്നെ വരച്ചു കാട്ടുന്നുണ്ട്. അത് ഇന്നത്തെ കേരളത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നാണ് ശ്രീ അശോകൻ ചരുവിൽ? അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇപ്പോൾ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കഥാപാത്രം കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ സദ്ഫലങ്ങൾ അനുഭവിച്ച് വളർന്നു വന്ന സമുദായത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതുപോലെ നിരവധി വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പിന്നോക്ക സമുദായങ്ങളിൽ മാത്രമല്ല, സവർണ സമൂഹങ്ങളിലും നവോത്ഥാനത്തിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് E.T. ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വലിയ നേട്ടമാണ് നമ്മുടെ ബ്രാഹ്മണ അതുപോലെ തന്നെ ആ പുരോഹിത വിഭാഗത്തിലുണ്ട്. അവർ മനുഷ്യരായി. മറ്റുള്ളവർക്ക് വിമോചനമാണ് ഉണ്ടായത്, ഇവർ മനുഷ്യരായി. പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങളിലും ഇന്ന് അങ്ങേയറ്റം വലിയ ജീർണത. ഉദാഹരണത്തിന് ഈഴവ സമുദായത്തിലും മറിച്ച് ഈ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള നമ്പൂതിരി സമുദായത്തിൽ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഈഴവ സമുദായത്തിലും വലിയ തരത്തിലുള്ള ജീർണത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ഈ ആധിപത്യം നേടുന്ന ശക്തികൾ രണ്ട് നിലയ്ക്ക് പൗരോഹിത്യ വിഭാഗവും നവോത്ഥാനം കൊണ്ട് മേധാവിത്വം കൈവരിച്ച വിഭാഗങ്ങളും ഒക്കെ തന്നെ ആധിപത്യത്തിലേക്ക് വന്നു. ഈ ആധിപത്യം, ഒരു സാംസ്കാരികമായ ഇടപെടൽ നടക്കാത്ത ഒരു സമൂഹത്തിൽ, ആശയപരമായ ഒരു സർഗാത്മകമായ ഒരു പരിവർത്തനം നടക്കാത്ത സമൂഹത്തിൽ ആധിപത്യങ്ങൾ പഴയ ആധിപത്യത്തിൻ്റെ രൂപമാണ് കൈവരിക്കുക. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആധിപത്യ രൂപങ്ങൾ നാസി സ്വഭാവമാണ് കൈവരിക്കുന്നത്. അവരിൽ ചില ആൾക്കാർ ജൂതന്മാരതിലുണ്ടാവും. നവനാസികളുടെ കൂട്ടത്തിൽ ജൂതന്മാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ അധികാര വാഴ്ചകളുടെ ഒക്കെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ ബ്രാഹ്മണിസമാണ്.
ബ്രാഹ്മണിസമാണ്. ബ്രാഹ്മണന്മാർ മാത്രമല്ല ഇതിലുള്ളത്, അല്ല. എല്ലാ അധികാരഘടനയും അതാണ് ബാധിക്കുന്നത്. നമ്മുടെ കോടതികൾ, സർക്കാർ അത് തന്നെയാണ് നമ്മുടെ സർക്കാർ ഓഫീസുകൾ ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ധനപ്രമാണിത്വത്തിലേക്കും അധികാരത്തിലേക്കും ഉയർന്നു വന്നിട്ടുള്ള ചില സമുദായങ്ങൾ കൈവരിച്ചിരിക്കുന്നത് ബ്രാഹ്മണിസത്തിൻ്റെ ചില രീതികളാണ്. അത് തന്നെയാണ് ചന്ദ്രശേഖരനെ നയിക്കുന്നത്. ചന്ദ്രശേഖരനെ ആ നിലയിൽ നമ്മൾ പ്രതീകവൽക്കരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം എനിക്ക് ഇപ്പോൾ സമകാലിക രാഷ്ട്രീയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പൊതുവിൽ എനിക്ക് തോന്നുന്നു CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്ന ഒരു കാര്യം, ധാരാളം ഈഴവ വോട്ടുകൾ സംഘപരിവാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, എഴുത്തുകാരൻ്റെ രാഷ്ട്രീയ ജീവിതം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. ഈഴവ വോട്ടുകൾ എന്ന് പറയുന്നത് പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ എന്താ പറയുക കോർ വോട്ടുകളായി കരുതിയിരുന്നതാണ് എന്ന് പറയുന്നു. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ പ്രക്രിയ, ഈ സാമൂഹിക പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണോ? അതിൻ്റെ കണക്ക് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. കാരണം ഏതെങ്കിലും ഒരു പരിവർത്തനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന സമൂഹങ്ങളെ സാംസ്കാരികമായി ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ള പ്രക്രിയ അത് സർഗാത്മകമായ ഇടപെടലിൻ്റെ ഭാഗമായി നടക്കേണ്ടതാണ് പ്രധാനമായിട്ടും. അത് നടക്കാത്തടത്തതുകൊണ്ടും മറ്റൊരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മേധാവിത്വം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടി യോജിച്ചപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. കാരണം ആധിപത്യം വഹിക്കുന്ന ശക്തികൾ ഒരിക്കൽ പോലും അവരുടെ കീഴിലുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ട് മാത്രമേ ആധിപത്യം നിലനിർത്താൻ കഴിയുള്ളൂ എന്നൊരവസ്ഥയിലാണ്. തീർച്ചയായും വ്യക്തമാണത്. ഞാൻ ഇനിയുള്ള സമയം നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോകാവുന്നത്. ശ്രീ അശോകൻ ചെരുവിൽ, താങ്കൾ പറഞ്ഞു കേരളത്തിലെ അംബേദ്കറേറ്റുകളും ദലിത് ആക്ടിവിസ്റ്റുകളും അവർ ലക്ഷ്യം വെക്കുന്നത് സമുദായത്തിന് അല്ലെങ്കിൽ അടിത്തട്ടിൽ കിടക്കുന്ന സമുദായങ്ങളെയല്ല, അവരുടെ വികസനമല്ല, അവർ ലക്ഷ്യം വയ്ക്കുന്ന വ്യക്തിപരമായ താല്പര്യങ്ങൾ. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ വർഷങ്ങളായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പരാതിയുണ്ട്. അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ അവർ അധസ്ഥിതരെ, കേരളത്തെ കേരളമാക്കി മാറ്റിയ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളാക്കി മാറ്റിയ, മണ്ണിലും ചേറിലും പണിയെടുത്ത് അവർ അധ്വാനവും വിയർപ്പും കൊടുത്ത് വളർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരെ മനസ്സിലാക്കിയില്ല. ഇന്ത്യയിലെയും കേരളത്തിലെയും ജാതി വ്യവസ്ഥ അവർ തിരിച്ചറിഞ്ഞില്ല. ഇന്നും കമ്മ്യൂണിസ്റ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നാണത്. അതേക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? അംബേദ്കർ കളക്റ്റീവ്, അവരുടെ ജാതികൾ ഇന്നും കളക്റ്റീവല്ല, കളക്റ്റീവ് ഓർഗനൈസേഷൻസ് അല്ല, വ്യത്യസ്തമായ ജാതികളിൽ കുരുങ്ങിക്കിടക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളുമാണ്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചുവടുവയ്പ് നടത്തിക്കൂടാ എന്നാണ് എൻ്റെ ചോദ്യം. ഇത് സംവാദം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ കാട്ടൂർ കടവ് എന്ന നോവലിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വിഷയമായതുകൊണ്ട് അത് ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നോവലിലേക്ക് പോകുകയായിരിക്കും ശരിയെന്ന് തോന്നുന്നു. അതാണ് നോവലിൻ്റെ വിഷയം. വേറെ ചോദ്യങ്ങളുണ്ടോ? ഞാൻ അശോകൻ ചെരുവിൻ്റെ ഒരു ആരാധകനാണ്. അദ്ദേഹം മുമ്പ് എഴുതിയ ഒരു കൊച്ചു ചെറുകഥ, പിന്നെ ഈ അവർണ എഴുത്തുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയിട്ടൊരു ചെറുകഥയുണ്ട്. ആ ചെറുകഥ ഇന്നും അതിൻ്റെ ഓരോ വരികളും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര മനോഹരമായിട്ടുള്ളൊരു കഥയാണ് അത്. ഇന്ത്യൻ സാമൂഹ്യ ഘടനയെക്കുറിച്ചിട്ടുള്ള ഇത്ര ആഴത്തിൽ ഇത്രയും മനോഹരമായിട്ട് ബോധ്യമുള്ള ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്നൊരു എഴുത്താണത്, കഥയാണത്. അപ്പം ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ബ്രാഹ്മണിസം എന്നുള്ള ഒരു സംഗതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ മാർക്സിനെ ഇന്ത്യൻ അതിർത്തിയിൽ വെച്ച് ബ്രാഹ്മണർ പൂണൂൽ അണിയിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളൊരു നിരീക്ഷണം പ്രമുഖ ദലിത് ചിന്തകനായിട്ടുള്ള SK വിശ്വാസ് ബംഗാൾ എന്നുള്ള ആൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ മാർക്സിസം ഈസ് നത്തിങ് ബട്ട് ഷുഗർ കോട്ടഡ് ബ്രാഹ്മണിസം എന്നുള്ളൊരു നിരീക്ഷണവും നിലവിലുണ്ട്. ഇതേക്കുറിച്ചിട്ട് താങ്കൾ എങ്ങനെയാണ് പിന്നെ കാണുന്നത് എന്നറിയാമോ? അതൊരു വിപുലമായ വിഷയമാണ്. ഇതേപോലെ സംവാദം ആവശ്യമുള്ളതാണ്. അങ്ങനെ ഒറ്റ വാചകത്തിൽ അതിനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അങ്ങനെ നിരാകരിച്ച് മാറ്റി നിർത്താൻ കഴിയില്ല. പലപ്പോഴും ഈ അംബേദ്കറിസ്റ്റുകളിൽ നിന്നും ദളിതവാദികളിൽ നിന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല, ഇവിടെ ധാരാളം ജനാധിപത്യ പ്രസ്ഥാനങ്ങളുണ്ട്, മതേതര പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അവരെയൊക്കെ പരിപൂർണമായി അകറ്റി നിർത്താനും തള്ളിക്കളയാനും ദളിത് ജനവിഭാഗങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്താനുള്ള പരിശ്രമമാണ് ഒറ്റപ്പെട്ട ഈ അംബേദ്കറിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനുള്ള വിമർശനമാണ് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തിരിച്ചുന്നയിക്കാനുള്ളത്. യെസ്, യോജിപ്പാണ് ആവശ്യം. സവർണ സംവരണം പോലെ തന്നെയാണ് അയ്യങ്കാളിയുടെ ജന്മദിനത്തിന് അവധി കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സമീകരണം എന്നുള്ള നിലയിൽ NSSൻ്റെ തുടക്കം കുറിച്ച മന്നത്വനാഥൻ്റെ പേരിലും സ്കൂൾ ഈ സർക്കാർ അവധി കൊടുക്കുന്നത്. എന്നാൽ വിമർശനം ഇല്ലാതാക്കാനുള്ളൊരു സമീകരണ പരിപാടി കൃത്യമായിട്ട് കഴിഞ്ഞ 2 വർഷ ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്.
അതിന് ഞാൻ മറുപടി പറയുന്നില്ല, എനിക്ക് എൻ്റെ വിഷയമല്ല അത്. യെസ്, മറ്റ് ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഏകദേശം അവസാനിക്കാറായെന്ന് തോന്നുന്നു അല്ലേ? മറ്റേ ഒരു ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. ആരോ വരുന്നു. മൈക്കൊന്ന് അവിടെ കൊടുക്കാവോ? ഈ കാട്ടൂർ കടവിനകത്ത് പലതരത്തിലുള്ള അവതരണങ്ങളുണ്ട്. എൻ്റെ ചോദ്യം അതിൽ ഒരുപക്ഷെ ഞാൻ ഈ ചർച്ചകളിലോ ഇതുപോലുള്ള പല കുറിപ്പുകളിലൊന്നും കാണാത്ത, പൊതുവെ ജനപ്രിയമല്ലാത്തൊരു കാര്യം അതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഈ പഴയ നക്സലേറ്റുകൾ, ഇടതുപക്ഷ നന്നാക്കികൾ, അതുപോലുള്ള കുറേ ആളുകളുണ്ടല്ലോ. അതിൽ പലരും ഫ്രോഡാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ കാട്ടൂർ കടവിൽ മനോഹരമായിട്ട് അശോകൻ ചെരുവിൽ വരച്ച് കാണിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നത്. ഒരർത്ഥത്തിൽ ദിമിത്രേവിലും നമുക്കത് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ആശങ്കപ്പെടുന്ന ദിമിത്രേവിൻ്റെ പല എഴുത്തുകളിൽ കാണാം. പിന്നെ വിപ്ലവകാരിയുടെ ഭർത്താവായി വരുന്ന ആൾ, ഇവരൊക്കെ പിന്നീട് ഫണ്ടിങ്ങിൻ്റെയും വലതുപക്ഷത്തിൻ്റെയൊക്കെ ആകുകയാണ്. അത് പൊതുവേ ഇത്തരം ഇതുപോലുള്ള ചർച്ചകളിലൊന്നും ആരും ഉന്നയിക്കാറുമില്ല. സാധാരണ എഴുത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ അടയാളപ്പെടുത്തിയതിൽ അശോകൻ ചെരുവിലിനെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കൂടെയുള്ള ആളോടും കൂടിയാണ്. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? ഇത്തരം അതിനകത്തുള്ളൊരു വായനയിൽ ഇത്തരം ഫ്രോഡുകൾ അങ്ങനെ ഉണ്ടല്ലോ, ഈ നന്നാക്കികളായിട്ടുള്ള ഫ്രോഡുകൾ, താങ്കളുടെ ഒരു ഇതും കൂടി കിട്ടിയാൽ രസകരമായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ എനിക്ക് പ്രമോദ് രാമനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സമയം അതിന് കാണാനില്ല. എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അല്ല, അത് മറ്റൊരവസരത്തിലാകാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് കാട്ടൂർ കടവ് മുൻനിർത്തി സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യം ഒരുപക്ഷെ അത് അശോകൻ ചെരുവിലിൻ്റേത് അദ്ദേഹത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു വിഷയമാണ് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതായത് വിമർശനം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വിമർശനമാണ്? അത് കാമ്പുള്ള വിമർശനമാണോ അതോ ഈ തരത്തിലുള്ളൊരു ഫ്രോഡ് വിമർശനമാണോ എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ആന്തരികമായി മനനം ചെയ്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം അത്തരത്തിലുള്ള വിമർശനങ്ങളോട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം കെ എന്ന സാഹിത്യകാരൻ ഈ ഒട്ടും തന്നെ ഗുണകരമല്ലാത്ത ഒരു സംവാദത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങളെ പാടെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയോ അവരെ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും അശോകൻ ചെരുവിലും കൈക്കൊണ്ടിട്ടുള്ള സമീപനമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ എനിക്ക് അശോകൻ ചെരുവിലിനെ അൺഫ്രണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് സമാനമായൊരു രാഷ്ട്രീയ ഭിന്നാഭിപ്രായ സന്ദർഭത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന് ഒരിക്കലും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അശോകേട്ടൻ ഞങ്ങൾ എന്നും പരസ്പരം അത്രയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതായത് ഇന്ന് പുറത്തിറങ്ങിയ സമകാലിക മലയാളം വാരികയിൽ അദ്ദേഹത്തിൻ്റെ ബീഡി തെറുക്കുന്ന സ്റ്റാലിൻ എന്നൊരു കഥ വന്നിട്ടുണ്ട്. അതിമനോഹരമായ കഥയാണ്. നന്ദി.